തെളിയിക്കാൻ സർവ്വ മുജാഹിദിനും ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കുക എന്ന് മൂപ്പര് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു തെളിയിക്കാം. കഴിഞ്ഞ പ്രസംഗത്തിൽ കീഴനയെ മൂപ്പര് ചീത്ത പറഞ്ഞത് എങ്ങനെയെന്ന് പേരോട് അംഗീകരിക്കുന്ന മദ്ഹബ് അനുസരിച്ചുകൊണ്ട് പേരോടിന് ഒരാളെ ചീത്ത പറയല്ല, ഒരാളെ പരിഹസിക്കലൊക്കെ പറഞ്ഞ മൂപ്പരിക്ക് ചില ഉസൂലൊക്കെ ഉണ്ടത് മൂപ്പരിക്ക് തിരിയും. ആ ഉസൂൽ അനുസരിച്ച് മറുപടി കൊടുത്തു. കീഴന ഉസ്താദിനെ ഇന്ന് വരെ ഞാൻ ചീത്ത പറഞ്ഞത്, കീഴന ഉസ്താദിനെ ഇന്ന് വരെ ഞാൻ ചീത്ത പറഞ്ഞത് ഒരു തെളിവ് പ്രസംഗിച്ചതോ എഴുതിയതോ കൊണ്ടുവരാൻ സാധിക്കുമോ? ആൺകുട്ടികളുണ്ടെങ്കിൽ കാണട്ടെ, സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് നിങ്ങൾ ആ പ്രത്യേകമായ വെല്ലുവിളിയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, എന്ത് നിങ്ങൾ കിയനെ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല, കിയന അടക്കമുള്ള എല്ലാവരെയും മൊത്തത്തിലാ നിങ്ങൾ പറഞ്ഞേ, എല്ലാവരെയാ പറയുന്നത്. കേട്ടോളൂ, നാദാപുരം ഭാഗങ്ങളിൽ നടക്കുന്ന മിസൈൽ ബിസിനസ് ഹറാമാണെന്ന് താങ്കളും ഹലാലാണെന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ നേതാക്കളും പ്രഖ്യാപിച്ചതായി കേട്ടു. ഒരു വിഷയം ഹലാലോ ഹറാമോ എന്ന തർക്കം നടക്കുമ്പോൾ സാധാരണക്കാർ എന്തു ചെയ്യണം? ഉത്തരം പേരോട് കൊടുക്കുന്ന ഉത്തരാണ്. ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാര് പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിഖ്ഹ് പൊട്ടിക്കുന്നവരാണ്. എന്താ പറഞ്ഞത്? നല്ല മദ്ഹ ഇപ്പൊ പറഞ്ഞേ അല്ലേ? നല്ല മദ്ഹ പറഞ്ഞത്. കീയനെ പറഞ്ഞോനാ നിങ്ങൾ ചോദിച്ചത്, കീയന അടക്കമുള്ള എല്ലാവരെയും കൂടി ഞങ്ങൾ പറഞ്ഞു. സംസ്ഥാന കേരള കണ്ടോ, ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാർ, അതിൽ കീയന പെടൂലെങ്കിൽ അത് പറയണം, ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാർ പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിഖ്ഹ് പൊട്ടിക്കുന്നവരാണ്. നാദാപുരത്തും പരിസരങ്ങളിലും ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നതിന് പ്രചോദനം നൽകി ഇവരിൽ ചിലർ വഅ്ള് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ മൈക്കുള്ളതിന്റെ പേരിൽ പള്ളിയിൽ പോകാതെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരും. ഇതൊക്കെ മദ്ഹ. ഇനി വേണോ നിങ്ങൾക്ക് എഴുതിയത്? കേട്ടോളൂ. ഇതാ അപ്പുറത്തെ സമസ്തയിലെ ഒരു വ്യക്തി അതാ നിങ്ങളെ സംബന്ധിച്ച് എഴുതുകയാണ്. കേട്ടോളൂ. ബഹുമാന പണ്ഡിതനും സൂഫി വര്യനുമായ കീഴന ഉസ്താദിനോട് പള്ളിയുടെ മുകളിൽ കയറി കളകള ചൊല്ലിയാ പോരാ, കിതാബ് നോക്കണം എന്ന് പറഞ്ഞ ചെയർമാൻ സഖാഫിയുടെ സൂപ്പർ സഫാഹത്ത് വായനക്കാരറിയുമ്പോൾ ടിയാന്റെ ജഹാലത്ത് ബോധ്യപ്പെടും. കണ്ടോ? അപ്പൊ പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കളകളാന്ന് ചൊല്ലിയാ പോരാ, കിതാബ് നോക്കണം എന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, സഖാഫിയാണ് എഴുതുന്നത്. ജലീൽ സഖാഫി എഴുതുകയാണ്. മറുപടി എനിക്ക് വേണ്ട, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, ഞാൻ പറഞ്ഞതല്ല. എവിടെങ്കിലും എഴുതിയതുണ്ടോന്നല്ലേ ചോദിച്ച്, എഴുതിയതാണ് വായിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് മിണ്ടിയിട്ടില്ല. എവിടെ പോയി? സർവ്വ മുജാഹിദിനെയും ആൺകുട്ടികളാണെങ്കിൽ കൊണ്ടുവരൂ എന്ന നിങ്ങളുടെ വെല്ലുവിളിയുടെ ശൗര്യം എവിടെ പോയി? മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ ഈ രാജ്യത്ത് പുത്തൻപള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് നാദാപുരത്തുള്ള പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമുഅ